எதுவாடி எதுவா நண்பனே என் நண்பே எப்படி இருக்க? நல்லா இருக்கு. நீங்க எந்த ഈ വെയിലത്തി പുതപ്പ് കേട്ടോണ്ട്? இதெல்லாம் சும்மா ஒரு விளையாட்டு, ஒரு என்டர்டைன்மெண்ட். ഇങ്ങനെ വിളയാടി കിടക്കരുത്, അല്ലും പിടിച്ച് ആട്ടം കേട്ടോ. എടി ഇത് മുത്തു, തമിഴ്നാട്ടിലുള്ള. இதானா முதலாளி? ആ அண்ணா உங்களுக்கு கொஞ்சம் கூட போதும் இல்லையா? ஐயோ அது நான் எடுக்கலம்மா. അയ്യോ എന്റെ നല്ല ജീവൻ പോയി. മനുഷ്യൻ പേടിച്ചു അണ്ടാറടങ്ങി. பயப்படாதீங்க, ஒன்றும் பிரச்சனை இல்லை. நம்ம வீடு தான் இது. അടങ്ങ് നീ അടങ്ങ് അടങ്ങ്. എടാ നമുക്ക് ചായയൊക്കെ നോക്കിട്ട് വീട് പാത്തച്ചിരിക്കാം. വാ. വല്ല വിമ്മും കലക്കി കൊടുത്താലോ? அப்புறம் நீ பழைய மாதிரி இல்லை, ரொம்ப இழைச்சிட்ட. ഭയങ്കര ഫുഡാടാ അവളുണ്ടാക്കുന്ന ഫുഡല്ലേ. டேஸ்ட் ஸ்டார்ட் பண்ணுவாளா? അയ്യോ ഭയങ്കര ടേസ്റ്റാ, വായി വെക്കാൻ കൊള്ളത്തില്ല. ആ കൊള്ളാം. அப்புறம் லவ் மேட்டரை பற்றி சொல்லு. ഹൊറിബിൾ ടെറിബിൾ. വേറെ എന്തെങ്കിലും പറ. என்னடா வேற எதை கேட்டாலும் இப்படியே சொல்லிட்டு இருக்கு நீ? നീ വല്ലതും കഴിച്ചായിരുന്നു ഇന്ന്? இல்ல. അവളെ വിളിക്കാൻ നമ്മൾ നല്ല കുക്കാ. നീ ഇവിടെ വന്നേച്ച് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. சூப்பரா. തടിച്ച് ചക്കപ്പോത്തിന്റെ കൂട്ടായി നീ ഇപ്പം. മോളെ ഫുഡ് കൊണ്ടുവാ. இப்பதான் சொல்லிட்டு இருந்தா அப்படி நீங்க நல்லா குக்கிங்லாம் பண்ணுவீங்க அப்படின்ட்டு. பார்த்தாலே தெரியுது நல்லா பண்ணிருக்கீங்க, அழகா இருக்கு. சாப்பிடுங்க. சாப்பிட்றேன். നീ ചാപ്പിടുന്നില്ലേ? ഇല്ല. என்ன எறும்புலாம் இருக்கு? എറുമ്പാ? காணா இது. എറുമ്പല്ലാതെ മല്ലിയില ഇട്ടായിരിക്കും. ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഉറുമ്പിന് ഇഷ്ടമായിട്ട് വന്നതായിരിക്കും. ഏ? ഇഷ്ടായോ? சூப்பரா இருக்கு. താങ്ക്സ്. நீ இதுதான் டெய்லி சாப்பிட்றியா? അയ്യോ പിന്നെ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്റെ പൊന്നു കഴിയും. വേണ്ട, കുഴപ്പമില്ല, കഴിച്ചോ. നീ കഷ്ടപ്പെട്ട് ഇത്ര നേരം അടുക്കളയിൽ കഴിച്ചിട്ട് കഴി. சாப்பிடுங்க, நல்லா இருக்கு. ഞാനേ ഇന്നും എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഉണ്ടാക്കി എന്റെ കുക്കിംഗ് ആണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മോളെ ഇച്ചിരി വെള്ളം കൊണ്ട് കൊടുക്കാം. വെള്ളം ഇപ്പം എടുക്കാം. ചൂടുവെള്ളം വേണോ? எதுவாக இருந்தாலும் ஓகேம்மா. പെയ്യെ കൊണ്ടുവന്നത് ഫ്രിഡ്ജിൽ തണുത്തോളം കാണും. ആ, പണ്ടാരം ഉടങ്ങാൻ മനസ്സിലായോ നിനക്കിപ്പം? இதுவாடா சாப்பிட்ற மனுஷன் சாப்பிடுவானாடா இதெல்லாம்? ഇത്ര നാളായിരിക്കും നല്ല കൊല്ലം കഴിച്ചു വെച്ചു. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞേ. வரேன். நீங்க பண்ணிட்டுங்க, எனக்கு ஒரு முக்கியமான வேலை இருக்கு, நான் போயிட்டு வந்துடுறேன். ഒരു ചപ്പാത്തിയും കൂടെ എടുക്കട്ടെ. ഇപ്പൊ വേണ്ട. அவரு கூட, அவர் தான் ரொம்ப இழைச்சிருக்காரு, அவர் சாப்பிடுவாரு. நான் ஒரு முக்கியமான வேலையா போயிட்டு வந்துடுறேன். அப்புறம் ஒரு முக்கியமான விஷயம் சொல்ல மறந்துட்டேன். இது என்னோட அப்பா வாழ்ற வீடு. அப்போ இங்கே நீங்கள் நான்வெஜ்லாம் சாப்பிடக்கூடாது. അതെന്താ? அப்பா சாமி ஆயிட்டாரு, நீங்கள் எப்படி நான்வெஜ் சாப்பிட்டா அவருக்கு பிடிக்குமா? അയ്യോ, ഞങ്ങളെ അപ്പൻ അപ്പൂപ്പന്മാരോട്ട് പ്യൂർ നോൺ വെജ് ആണ്. அது நல்ல விஷயம். ஆனால் நீங்கள் வீட்டில் சாப்பிடாதீங்க, வெளியில் போய் சாப்பிட்டுக்கங்க, அது ஒன்றும் பிரச்சனை இல்லை. അണ്ണ ഇതെന്താ അമ്പലാണോ? ஆமாம், எங்கள் அப்பா வாழ்கிற கோயிலுமா. അപ്പ വാഴ കോയിലാ? അപ്പ എങ്കേ? இறந்துட்டாரு, சாமி கிட்ட போயிட்டாரு. നേരത്തെ വാടാക്കാര് കൊന്നോ? തൂങ്ങി മരിച്ചോ? நைட்டு வந்து பிடிச்சிருவாரு. മേളിലുണ്ടോ പുള്ളി? ஜாக்கிரதையா இருங்க. அப்போ சொன்ன மாதிரி போயிட்டு வரட்டுமா? അയ്യോ ഇത് തന്നെ ഞാനും തിന്നണോ? അതെ. ആ അയാളെന്താ ഇപ്പൊ പറഞ്ഞിട്ട് പോയെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ ഉണ്ടാക്കി ഫുഡ് കഴിക്കുക, ഞാൻ പുറത്തുനിന്ന് കഴിക്കാം. സുബു, അതെ, എനിക്കൊരാഗ്രഹമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സുബുവിന് എന്തെങ്കിലും തോന്നോ? പ്രോമിസ്. ഈ ഒരു സാഹചര്യത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായണ്ട. ഈ സാഹചര്യത്തിലല്ല, ഏത് സാഹചര്യത്തിൽ നീ ചോദിരേ. അതെ, എനിക്ക് പൊറോട്ടയും ബീഫ് കറിയും കഴിക്കാൻ കൊതിയാവുന്നു. പൊറോട്ടയും ബീഫും ഇവിടോ? ആ മുത്ത് നമ്മളെ തട്ടും. എന്തൊരു കഷ്ടാ. സുബു ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചൂട് ബീഫ് ഉണ്ടല്ലോ, അതായത് ഈ എണ്ണയിൽ ഇങ്ങനെ മറ്റേ കുരുമുളക് പൊടിയും മറ്റേന്താ മുളക് പൊടിയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ കൂടി ഇങ്ങനെ വരട്ടി എടുത്ത ബീഫ് കറി ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് നല്ല ചൂട് പൊറോട്ട എടുത്തിട്ട് ആ പൊറോട്ടേൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ എടുത്ത് ആ ബീഫിൻ്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞ് പീസ് എടുത്ത് അതിങ്ങനെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വായിലേക്ക് വെച്ചിട്ട് ചവച്ചിങ്ങനെ കഴിക്കുമ്പോൾ എന്തൊരു ഫീലായിരിക്കും സുബു. ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് വായിൽ കപ്പൽ ഓടാനുള്ള വെള്ളമുണ്ട്, അത്രയ്ക്ക് കൊതിയാ. പ്ലീസ്
എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിത്താ. എനിക്കിതങ്ങ് മനസ്സിൽ പറഞ്ഞാ പോരെ, എന്നോട് എന്തിനാ പറഞ്ഞത്? മനസ്സിൽ പറഞ്ഞ എനിക്ക് കഴിക്കാൻ പറ്റുമോ? എടി മുത്തു, മുത്തു കിത്തു ഒന്ന് പോയേ സുബു. അതെ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ ജീവിക്കുന്നേ അല്ലേ? അവന്റെ തന്തപ്പടി രാത്രി വരുമെന്ന്. പിന്നെ തന്തപ്പടി മരിച്ചു പോയവർ ആരെങ്കിലും ജീവിച്ചിരുന്ന ചരിത്രമുണ്ടോ ഇതുവരെ? ഇല്ല. ഇപ്പൊ സുബുവിന്റെ അപ്പൂപ്പ മരിച്ചില്ല, ഇതുവരെ സുബു കണ്ടിട്ടുണ്ടോ? അപ്പൂപ്പനെയോ? ആ, പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? ബീഫ് കഴിക്കാതെ മരിച്ചു പോയി അനാഥ പ്രേതാവെന്ന് എന്നെ കൊണ്ടുപോയി. എനിക്ക് ബീഫ് കഴിക്കണം പ്ലീസ്, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കും കഴിക്കണം. അതാണ് അടി അടി. ഞാനൊരു കാര്യം ചെയ്യാം, മുത്ത് വരുന്നുണ്ടോ നീ അപ്പുറം ഇപ്പുറം CCTV സർവൈലൻസ് ആവോ? ഓക്കെ, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. എന്നമ്മാ എന്നെ തനിയെ ഉക്കാണ്ടിരിക്ക? ഒന്നുമില്ല, ഞാനിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കായിരുന്നു. സുബു ബീട്രൂട്ട് മേടിക്കാൻ പോയിരിക്കുക. ബീട്രൂട്ട്. എതുക്ക് ബീട്രൂട്ട്? ബീട്രൂട്ട് ഈ സുബു സിനിമയിലാണല്ലോ, അപ്പൊ ഈ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ബ്ലഡ് സീൻ കാണിക്കുമ്പോ ബീട്രൂട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടാണ് അത് കാണിക്കുക. അതിന് വേണ്ടിട്ടാ. അവ സിനിമ എന്നാ പண்றா? അറിയില്ലേ? വലിയ നൻപനാന്നൊക്കെ പറഞ്ഞിട്ട് അറിയില്ലേ? ഓ ആമാ 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 സിനിമല ഡയറക്ടറാണ്. அப்படியா? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനിയിപ്പൊ കാണാം, എപ്പോഴും ഇവിടെ പ്രിയദർശനും സത്യനന്ദിക്കാടും ഒക്കെ വരും. അവങ്ങളാ യാര്? അവങ്ങളെല്ലാം தெரியாதா? എല്ലാം പെരിയ ഡയറക്ടർമാര്. എനിക്ക് രജനികാന്ത്, വിജയകാന്ത്, സൂര്യ. അവരും ചിലപ്പോഴൊക്കെ വരും, ചിലപ്പോ ഷാരൂഖ് ഖാനൊക്കെ വരും. അത് കുറച്ച് വർഷം കഴിയും. വീടെല്ലാം പിടിച്ചിരിക്കാ? நல்லா இருக்கு. என் வீட்டை பார் என்னை பிடிக்கும். എന്താ പാട്ടുമാ? സൂര്യ പാട്ട്. ഓ പാട്ടാ? ലവ് സോങ്. ഓ പാട്ട് പാടുവോ? എനിക്ക് ரொம்ப പിടിക്കും. ഓ ലവ് സോങ് ആണോ പാടാ? ഞാൻ നിങ്ങളെ കണ്ടപ്പോ വിചാരിച്ചു നിങ്ങള് മറ്റേ സാരി കച്ചേരി ഒക്കെയാ പാടുക. ആ ഒരു ലുക്ക് ഉണ്ട് മൊത്തത്തില്. ഒരു ഭാഗവതര ലുക്ക്. എനിക്ക് കാതൽ പാട്ടുകൾ தான் പിടിക്കും. ഓ അങ്ങനെയാണോ? അപ്പൊ ഞാൻ പോയിട്ട് വരട്ടുമാ? ശരി, ഇടയ്ക്കിടയ്ക്ക് വരാം. ടാറ്റ ടാറ്റ. തമിഴൻ കോഴി. നൻപാ എങ്ങ പോറ? ഞാന് കട വരെ പോയതാ. എന്നാ വാങ്ങിട്ട് പോറ? ഞാൻ നിന്റെ അത്ര ചെറിയ ഉടുപ്പ് പച്ച ഉടുപ്പ് മേടിക്കാൻ പോയതായിരുന്നു. കാട്ട് പാക്കല. ഇത് തന്നെ വേറെ ചെറിയ സൈസ്. എന്നാ എന്നെ കാട്ട മാട്ടേ? കാട്ടാ പാപ്പ. എന്തിനാ തമിഴിൽ എന്നോട് സംസാരിക്കുന്നേ? അത് ശരിയാ, ഞാൻ അത് മറന്നു. നല്ല ബീഫിന്റെ മണം. അതെ, ബീഫ് പുല്ല് അവിടെ കൊണ്ട് കൊറേ കെട്ടിട്ടില്ല, അതിന്റെ മണം. അതുകൊണ്ട് അവിടെ ബീഫ് ഉണ്ട്. ഓ ആയിരിക്കും അല്ലേ? നീയേ അവളോട് ഏതാണ്ട് സിനിമയുടെ കാര്യമൊക്കെ അവൾ എന്നോട് ചോദിച്ചു, നീ സിനിമയിലാണോന്നൊക്കെ. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അവിടെ ചെന്ന് വാവെല്ലാം തുറന്നു വെച്ചോ? ഇല്ല, ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ് ആണെന്നൊക്കെ. ഞാൻ ആ സാധനത്തിന് ഒരു ഡേറ്റിംഗ് ആപ്പ് വെച്ച് പരിചയപ്പെട്ടതാ. നോക്കിയപ്പോ അവക്ക് ആക്ട്രസ് ആവണം, മോഡൽ ആണോന്ന് വെച്ച് ഇഷ്ടപ്പെട്ടേച്ച് വെച്ചൊക്കെ തള്ളി സിനിമക്കാരനാന്ന് വെച്ച്. ഇപ്പൊ തലയിലായി. ശരി ശരി, ഒന്നും മിണ്ടല്ലേ, വാ തുറക്കരുത്. ഓക്കെ. അല്ല, ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ ചെല്ല്, ഞാൻ കടയിൽ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ. ചേട്ടാ போயால நமக்கு. வாமா போலாம். அப்புறம் மேலே போனோன்னு என்னோட நண்பனும் அவனோட பொண்டாட்டிலாம் இருப்பாங்க. അവിടെ നിന്നേ, നിങ്ങളൊരു തമിഴ് കുറെ നാളായി തുടങ്ങിയിട്ട് തന്നെ കേട്ട് കേട്ട് എനിക്ക് മടുത്തു. சரி சரி வா, ചെരുപ്പ് പോട്ടുകോ. അവിടെ ചെന്നേ അവനും അവന്റെ വൈഫും ഒക്കെ ഉണ്ട്. കണ്ടത്ര ഒന്നും പറയല്ലേ. നിന്ന് നിന്ന് എന്തൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു? അല്ല, അവനും അവന്റെ വൈഫും ഉണ്ട്. അല്ല, വൈഫ് എന്ന് പറയുമ്പോ എന്താ നിങ്ങൾക്ക് ഒരു വലിയ ഇത്ര ഒരു സ്നേഹം? അല്ല, അവര് സുന്ദരിയാ കാണാനൊക്കെ. എന്റെ അത്ര സുന്ദരിയാണോ? അല്ല, അതല്ല. അത്രയ്ക്ക് അധികം പറയണ്ട കേട്ടോ. ശരി ശരി, നോക്കി ഇങ്ങോട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറ കേട്ടോ, ഒന്നും വിട്ടു പറയല്ലേ. എന്താ തനിക്ക് സംശയമുണ്ടോ? ഞാൻ എന്തൊരു വിട്ടു പറയുന്ന സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്റിമേറ്റ് ചെയ്തേ ഉള്ളൂ, ഒന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ദേഷ്യപ്പെടണ്ട. ശരി ശരി ശരി. എന്താ ഒരു മണം, സ്വർഗാണ് സ്വർഗം. ഓ, ഈ ബീഫും പൊറോട്ടയും എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു വികാരാണ്, വികാരം അല്ലേ? മേടിച്ചോണ്ട് വന്നു. അതാണ് ഇതാണ് സുബു. അതെ, ഇതെന്താ ഈ പച്ച കവറ്? അയ്യോ, തുണിയുടെ കവറിനകത്തിട്ടോണ്ടാ വന്നത്. വന്ന വഴിയാണെങ്കിൽ അവൻ കാണുകയും ചെയ്തു. കണ്ടോ? എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തോ ഒരു ബീഫ് ഫ്രൈഡ് മണമെന്ന്. ഞാൻ പിന്നെ താഴെ ഒരു പശുവിനെ മേയം കെട്ടിയേക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ എല്ലാം ബീഫ് കഴിക്കുന്നുണ്ടാവും. പണ്ടര നോൺ വെജ് കഴിക്കുന്നില്ലെങ്കിൽ ബീഫ് ഫ്രൈന്റെ മണം അറിയാം അല്ലേ? കടയിലൊക്കെ പോകുന്നില്ല. ശരി, വേഗം കഴിച്ചോ, വരുന്നതിന് മുമ്പേ നമുക്ക് പെട്ടെന്ന് കഴിക്കാം. പെട്ടെന്ന് കഴിക്കും.
ഞാൻ പറഞ്ഞ പോലെ കഴിച്ചാലേ അതിന്റെ ഒരു ഇതുള്ളൂ. എങ്ങാണ്ട് നടക്കുമെന്ന്. டேய் கருமோ கருமோ நான் தான் இதெல்லாம் இங்கே சாப்பிடக்கூடாதுன்னு சொன்னேன்ல. என்னத்த பண்றது இவனுங்கள?